ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഭർത്താവിനെയും മകനെയും നഷ്ടമായ ചൂരൽമല സ്വദേശി ലത ഇപ്പോൾ താമസിക്കുന്നത് കൽപ്പറ്റയിലെ ഷെൽട്ടർ ഹോമിലാണ്. നമ്മളോടൊപ്പം ഇന്നലെ ലത പങ്കെടുത്തിരുന്നു തത്സമയം. 6 കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ഷെൽട്ടർ ഹോമിലുള്ളത്. ഇന്നലെ നമ്മൾ ലതയുമായി സംസാരിക്കുമ്പോൾ ലത ഒരാവശ്യം നമ്മളോട് പറഞ്ഞിരുന്നു. 2 ആവശ്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, ലതയുടെ ഭർത്താവ് ശ്രീനിവാസൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മോതിരം അതിപ്പോൾ കാണുന്നില്ല. അന്ന് ഈ മോതിരത്തിൻ്റെ അടയാളത്തിലാണ് ശ്രീനിവാസനെ തിരിച്ചറിഞ്ഞത്. പക്ഷേ ആ മോതിരം ഇതുവരെയും ലതയ്ക്ക് കിട്ടിയിട്ടില്ല. പോലീസിനോട് ചോദിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ചോദിക്കാൻ പറയുന്നു. അത് ഇന്നലെ ഒന്ന് മന്ത്രിയോട് പറഞ്ഞ് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നലെ മന്ത്രിയോട് പറഞ്ഞിരുന്നു. മന്ത്രി ആ വിഷയം അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അത് ലഭ്യമാണെങ്കിൽ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ലതയ്ക്ക് തിരിച്ചു കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇന്നലെ വീണ്ടും ലത നമ്മളോട് പറഞ്ഞിരുന്നു. 2 ആവശ്യമേ പറഞ്ഞിരുന്നുള്ളൂ. രണ്ടാമത്തെ ആവശ്യം വളരെ കൗതുകകരമായ ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുവരാം. എനിക്ക് ആവശ്യം എന്താ സാർ, എനിക്ക് ഒരു TV വേണം. TV ഇല്ല. എൻ്റെ ഇങ്ങനെയാണ് ഒരു വാർത്ത കേൾക്കാനും ഇല്ല, എന്താ ലോകം ഒന്നും അറിയില്ല. എല്ലാം കാണുന്ന ആളായിരുന്നു. എനിക്കൊരു TV കിട്ടിയാൽ നല്ലതായിരുന്നു. ഹസ്ബൻഡ് മകൻ ഒക്കെ പോയി ലത. പക്ഷേ അപ്പോഴും ഒറ്റപ്പെട്ട് ലത ഇങ്ങനെ മാറിപ്പോകുമ്പോൾ 4 മാസം കഴിഞ്ഞ് ലത ആവശ്യപ്പെട്ട ഒരു കുഞ്ഞ് TV ആണ്. ഇനി അവർക്ക് കൂട്ടായിട്ട് ഈ പറയുന്ന വാർത്തകളും കഥകളും സിനിമയും സീരിയലും ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ലത ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആളുമാണ്. എല്ലാം പോയി, വീടും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ലത നമ്മളോടൊരു TV ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ തന്നെ TV ഉറപ്പ് നൽകിയിരുന്നു. ആ TV ഇപ്പോൾ റിപ്പോർട്ടർ TV ലതയ്ക്ക് നൽകുകയാണ്. ദുരന്തബാധിതർക്കൊപ്പം അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റിപ്പോർട്ടർ TV എപ്പോഴും കൂടെ ഉണ്ടാവും. ലതയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹനുണ്ട്. ഇന്നലെ വൈകുന്നേരം തന്നെ ദീപകിനോട് നമ്മൾ പറഞ്ഞു. ദീപക് വളരെ കൃത്യമായി തന്നെ നമ്മളുടെ MD ആന്റോ വഗേസിന്റെ നിർദ്ദേശപ്രകാരം പോയി ടെലിവിഷൻ വാങ്ങി ഇപ്പോൾ ലതയുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ദീപകിലേക്കൊന്ന് പോകാം. അവിടെ ലതയും ഉണ്ട്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ലത, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ലത ഇന്നലെ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ ആ TV അവിടെ എത്തിച്ചോ ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു രാവിലെയാണ്. ഇന്നിപ്പോൾ നമ്മൾ TV ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ലത ചേച്ചിയുണ്ട്. 6 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾ ഇന്നലെ സംസാരിച്ച സമയത്ത് ലത പറഞ്ഞിരുന്നു 6 കുടുംബങ്ങളും ചുരൽമലക്കാരും മുണ്ടക്കൈക്കാരും ഒക്കെയാണ്. അവർ വന്നതിന് ശേഷം ഒരു ഏകാന്തമായിട്ടുള്ളൊരു ജീവിതമാണ്. അവർക്ക് ഒരു TV കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ TV എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ TV നമ്മളിപ്പോൾ കൈമാറാൻ പോവുകയാണ്. മറ്റ് കൂടെയുള്ള ആളുകളും ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചി സന്തോഷമായില്ലെന്ന് ചോദിച്ചു നോക്കിയേ. അത് ചേച്ചിക്ക് കൊടുത്തോളൂ. ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ ടെക്നീഷ്യൻ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക വേണം. സന്തോഷമായോ? സന്തോഷമായി. എനിക്ക് വേണ്ടി ഞാൻ TV ചോദിച്ചതാണ്. നമ്മൾ 6 കുടുംബത്തിന് വേണ്ടി ഞാൻ ചോദിച്ചതാണ്. ഇവിടെ തന്നെ വയ്ക്കും. ഇവിടെ വെച്ച് അവിടെ ഇരുന്നിട്ട് കാണും. വലിയ ഉപകാരം, വലിയ സന്തോഷം. എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുമല്ലേ ദീപക്? അരുൺകുമാർ, അതായത് ലത ചേച്ചി പറഞ്ഞത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണാൻ വേണ്ടി TV ചോദിച്ചതാണ്. എല്ലാവരും ഈ കാണുന്ന കട്ടിലൊക്കെ ഇരുന്നാണ് കുശലമൊക്കെ പറയാറ്. അവിടെ 6 പേരാണുള്ളത് അല്ലേ ദീപക്? ചാനൽ ഇവിടെ തന്നെ വയ്ക്കും. ഇവിടെ വെച്ചിട്ട് ആ പടിമേലിരുന്ന് കാണും. സ്റ്റെപ്പിൽ അവിടെ എവിടെയാ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നോക്കൂ ദീപക്. എന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ TV ഫിറ്റ് ചെയ്യാൻ ഈ മുകളിലത്തെ ബീമിൽ ഫിറ്റ് ചെയ്യാനാണ് ലത ചേച്ചി പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇവരുടെ വീടിനകത്ത് തന്നെ സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ടെക്നീഷ്യൻ ഇവിടെ എത്തിയിട്ടുണ്ട്. TV അകത്തേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് TV ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. 6 കുടുംബങ്ങളാണ് കൽപ്പറ്റ ഷെൽട്ടർ ഹോമിൽ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിരുന്ന് അവർക്ക് TV ഒന്നും കാണാനില്ല. റേഡിയോ മറ്റോ കണ്ടേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ സീരിയലുകളും വാർത്തയൊക്കെ കണ്ടിരുന്ന മനുഷ്യരായിരിക്കും. സ്വാഭാവികമായും ഈ ദുരന്തം എല്ലാം നഷ്ടപ്പെടുത്തിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണല്ലോ ഒരുമിച്ചിരിക്കുന്നത്. എല്ലാവരും സ്ത്രീകളുമാണ്. അപ്പോൾ അവർക്ക് ഇരുന്ന് TV ഒന്ന് കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് ആ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അത് അവിടെ ചേർന്നിരിക്കുന്ന 6 കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മളോട് ലത ആവശ്യപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ന്യായമായൊരു ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ അവിടെ ടെലിവിഷൻ അവർക്ക് കൊടുക്കുന്നതിന് കണക്ഷൻ എടുത്ത് കൊടുക്കണം. ഇന്നിപ്പോൾ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് TV പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരു ചെറിയ ഇടവേള വേണം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഒരിടവേള എടുത്ത് വളരെ വേഗം തിരിച്ചു വരാം. കൊച്ചു കൊച്ചു മനുഷ്യരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളിൽ ഒരു നിവൃത്തി കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ചെറിയ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിനൊരു വല്ലാത്ത മധുരമുണ്ട്.